ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അഭിമിസാണ്. സോ മക്കളെ, നമ്മളോട് ഓണം എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് നമ്മൾ നോക്കുന്നത്. ട്രിക്ക് ഓഫ് കിച്ചു എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ. സോ ക്വസ്റ്റൻ ഇതാണ്: ഇമാജിൻ കുങ്കൻ ദ വൂൾഫ് റിട്ടേൺ ടു ദ ഫോറസ്റ്റ് എ ഫ്യൂ വീക്സ് ലേറ്റർ ആൻഡ് ഹി റിയലൈസ് ഹി വാസ് ഫൂൾഡ് ബൈ എ സിമ്പിൾ റിഫ്ലക്ഷൻ. ഇമാജിൻ ചെയ്യുക, നമ്മുടെ കുങ്കൻ വൂൾഫ് ഫോറസ്റ്റിലേക്ക് തിരിച്ചു പോവുകയാണ് അല്ലേ. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ഫോറസ്റ്റിലേക്ക് തിരിച്ചു പോവാണ്. ആൻഡ് കുങ്കൻ വൂൾഫിന് ഇപ്പം അറിയാം കിച്ചു നേരത്തെ പറ്റിച്ചതായിരുന്നു, അല്ലെ ജിഗ് വൂൾഫ് ഉണ്ടെന്ന് പറഞ്ഞ് പറ്റിച്ചതായിരുന്നു എന്ന് മനസ്സിലായി. ഓക്കെ, റൈറ്റ് എ ഷോർട്ട് ഡയലോഗ് ബിറ്റ്വീൻ കിച്ചു ആൻഡ് കുങ്കൻ വെൻ ദ മീറ്റ് അഗെയിൻ. സോ കിച്ചുവും കുങ്കനും ഒന്നുകൂടെ മീറ്റ് ചെയ്യുമ്പോൾ അവർ ഉണ്ടാവുന്ന, അതായത് പറ്റിയിലായിരുന്നു എന്ന് മനസ്സിലായതിനു ശേഷം കുങ്കനും കിച്ചുവും തമ്മിലുള്ള കോൺവെർസേഷനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മക്കളെ. സോ കോൺവെർസേഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പേര് തമ്മിലുള്ള സംഭാഷണമാണ് അല്ലേ. അപ്പോൾ ആരൊക്കെ തമ്മിലുള്ള സംഭാഷണമാണ്? ഇവിടെ കുങ്കനും കിച്ചുവും തമ്മിലുള്ള സംഭാഷണമാണ്. അപ്പോൾ ക്യാരക്ടേഴ്സിന്റെ പേര് നമ്മൾ എടുത്തെഴുതണം. എന്നിട്ട് അവർ ആ സിറ്റുവേഷനിൽ പറഞ്ഞിരിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ കോൺവെർസേഷനിൽ കൊടുക്കേണ്ടത്. സോ ഈ ചോദ്യത്തിന് എങ്ങനെ ആൻസർ ചെയ്യണം? കുങ്കൻ പറയാണ്, കോട്ട് യു ട്രിക്സ്റ്റർ, ഐ റിയലൈസ് ദാറ്റ് ദ അതർ വൂൾഫ് ഇൻ ദ മിറർ വാസ് ജസ്റ്റ് മൈ ഓൺ ഫേസ്. കുങ്കൻ പറയാണ്, നിന്റെ നമ്പരൊക്കെ എനിക്ക് മനസ്സിലായി, ആ മിററിൽ ഉണ്ടായിരുന്നത് എൻ്റെ തന്നെ റിഫ്ലക്ഷൻ ആണെന്ന് എനിക്ക് മനസ്സിലായി. ഇത് നീ ഒരു ട്രിക്ക് ചെയ്താണ്, നമ്പർ ഇട്ടതാണ്, നിന്റെ പറ്റിയിലാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അപ്പോൾ കിച്ചു വീണ്ടും പറയുന്നുണ്ട്, വെൽക്കം ബാക്ക്. അവസാനമെങ്കിലും നിനക്കത് മനസ്സിലായല്ലോ, ഫൈനലി റിയലൈസ് ചെയ്തല്ലോ, തിരിച്ചറിഞ്ഞല്ലോ എന്ന് പറയാണ്. കുങ്ക വീണ്ടും പറയുന്നുണ്ട്, മിണ്ടാതിരിക്കുക, ഇത്തവണ എന്നിൽ നിന്ന് നിന്നെ രക്ഷിക്കാനായിട്ട് ഒരു മിററും ഇല്ല, നിന്നെ ഞാനൊന്ന് ശരിയാക്കും എന്ന് പറയാണ്. അപ്പോൾ ഇതാ കിച്ചു പറയാണ്, എനിക്ക് മിററിന്റെ ആവശ്യമില്ല, ദാ അവിടെ ഒരു വെല്ല് കണ്ടോ, അവിടെ ഒരു കിണർ കണ്ടോ, അതിൻ്റെ ഉള്ളിൽ ഒരു വാട്ടർ ഡിമൺ ഉണ്ടെന്ന് പറയാണ്. ഓക്കെ, ആ വാട്ടർ ഡിമൻ പറയാണ്, നിന്നെ കണ്ടിട്ട് ഒരു ടൈനി പപ്പി, ഒരു ചെറിയ നായക്കുട്ടീനെ പോലെ ഉണ്ടെന്ന് ആ വാട്ടർ ഡിമൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കിച്ചു അടുത്ത ട്രിക്ക് ഇടുകയാണ് അല്ലേ. അപ്പോൾ കുങ്കം വീണ്ടും ചോദിക്കുന്നുണ്ട്, പപ്പിയോ? ഞാനാണ് ഈ കാട്ടിലെ ഏറ്റവും സ്കേറിയസ്റ്റ് ആയിട്ടുള്ള ആനിമൽ, ഏറ്റവും പേടിപ്പെടുത്തുന്ന ആനിമൽ ആരാണ് എന്ന് ഞാൻ കാണിച്ചു കൊടുക്കാം, ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് വാട്ടർ ഡിമൻ്റെ അടുത്തേക്ക്, അതായത് ആ വെല്ലിൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ കിച്ചു പറയാണ്, നേരെ അവിടെ ചെന്നിട്ട് ആ കിണറിലേക്ക് ആഞ്ഞിട്ട് ഏറ്റവും ഒച്ചത്തിൽ ഗ്രൗൾ ചെയ്തോളൂ, ഒച്ചത്തിൽ ആ കാറിക്കോളും, മുരണ്ടോളൂ എന്ന് പറയാണ്. അപ്പൊ കുങ്കൻ അവിടെ ചെന്നിട്ട് പറയാണ്, ഹേ ഹു ആർ യു കോളിങ് എ പപ്പി? ആരെയാണ് നീ പപ്പി എന്ന് വിളിച്ചത് എന്ന് കുങ്കൻ വെല്ലുവിളി ചെന്നിട്ട് ആ കിണറിൽ ചെന്നിട്ട് വിളിക്കുകയാണ്. അപ്പൊ നമ്മള് ഈ കിണർ പോലുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് കോ എന്ന് പറഞ്ഞ് കൂവിയാൽ എന്താ, ആ ശബ്ദം തിരിച്ചു കേൾക്കും, എക്കോ തിരിച്ചു കേൾക്കും അല്ലെ. അപ്പൊ ഹു ആർ യു കോളിങ് എ പപ്പി എന്ന ശബ്ദം നമ്മുടെ കുങ്കൻ പറഞ്ഞപ്പോ ആ വെല്ലിൽ നിന്ന്, കിണറിൽ നിന്ന് തിരിച്ച് പപ്പി എന്നുള്ള എക്കോ അടിച്ചപ്പോഴേക്കും ശരിക്കും കുങ്കം പേടിച്ചു പോയി. ശരിക്കും അതിൻ്റെ ഉള്ളിൽ ഡെമൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുങ്കൻ അവിടുന്ന് പേടിച്ച് ഓടിപ്പോയി. ഓക്കെ, സോ കുങ്കനും നമ്മുടെ കിച്ചുവും തമ്മിലുള്ള കോൺവെർസേഷൻ ആണ് നമ്മളോട് ചോദിച്ചത്.